അർജുൻ കൂടി ചേരുകയാണ്. അർജുൻ, നമ്മളിത് മനസ്സിലാക്കുന്നത് വയനാട് ഈ കഴിഞ്ഞ ഈ ഈ ഉരുൾപൊട്ടലിൽ അതിൻ്റെ വിറങ്ങലിപ്പ് മാറും മുമ്പാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രകമ്പനം ഭൂമിക്കടിയിൽ വയനാട് അനുഭവിക്കുന്നത്, ഭയപ്പെടുന്നത്. വയനാട് ജില്ല മാത്രമല്ല, വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലൊക്കെ ഏതാനും പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇടയ്ക്കൽ ഗുഹ, അതേപോലെ തന്നെ കുറിച്യർ മലയൊക്കെ നമ്മൾക്കറിയാം, പഴശ്ശിരാജാവുമായി ഒക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മലനിരകളൊക്കെയാണ്. അവിടെയൊക്കെയാണ് ഇത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ജനങ്ങൾ ഓരോ ദിവസവും ആശങ്കയോടെ കഴിയേണ്ട സാഹചര്യം എങ്ങനെ വിലയിരുത്താം? ആളുകളെല്ലാം അവിടുന്ന് മാറുന്ന സാഹചര്യം, പൊതുവെ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണോ വയനാട് മേഖലയിലുള്ളത്? അർജുൻ. തീർച്ചയായും ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല, എങ്കിൽ തന്നെയും ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നത്, അല്ലെങ്കിൽ MLA അടക്കം നമ്മളോട് പറയുന്നത് ഈ സാഹചര്യമാണ്. അതായത് ഒരു കരുതൽ, അതായത് ഈ ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല, പരിഭ്രാന്തിപ്പെടേണ്ട കാര്യമില്ല, ഒരു കരുതൽ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ വേണ്ടത്. അത്തരത്തിലുള്ള കരുതൽ ആവശ്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചരിത്ര രേഖകൾ ഉറങ്ങുന്ന സ്ഥലമാണ് ഇവിടെയുള്ളത്. പഴശ്ശിരാജാവിന്റെ അടക്കം പടവെട്ടൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഒളിച്ചു താമസിച്ച അടക്കമുള്ള സ്ഥലങ്ങളുള്ള ഈ ഒരു ഇടങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം എന്നുള്ളതൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം സംരക്ഷിച്ചു പോരേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ ആധുനിക പ്രാചീന കാലഘട്ടത്തിലെ ആളുകളുടെ അടക്കം ആ എഴുത്തുകൾ, അല്ലെങ്കിൽ ശിലയിൽ കൊത്തിവെച്ച രൂപങ്ങളും അതുപോലെ തന്നെ എഴുത്തുകൾ അടക്കം ഈ എടക്കൽ ഗുഹയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചരിത്രപരമായി ഒരു വലിയ അവശേഷിപ്പുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു എഴുത്തുകളൊക്കെ നമുക്ക് കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. പ്രാചീന കാലഘട്ടത്തെ അല്ലെങ്കിൽ കാലഘട്ടത്തെ എഴുത്തുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശങ്ങളൊക്കെ കൃത്യമായി സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. എന്തിനാ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭൂകമ്പമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ മറ്റ് എന്ത് പ്രതിഭാസമാണെന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെയില്ല മറ്റ് ഭൂഗർഭ ജലവകുപ്പ് അധികൃതരും അടക്കം ഇവിടെ എത്തി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ ഭൂഗർഭ ജല വകുപ്പ് അധികൃതർ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ ഒരു പ്രദേശത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഓഫ് ദ റെക്കോർഡായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് എന്തിനാ തന്നെയും ഒരു ജാഗ്രത ജനങ്ങൾ പുലർത്തേണ്ടതുണ്ട്. ഈ ഒരു പ്രദേശത്തെ ആളുകൾ ഒക്കെ നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു ശബ്ദം ഉണ്ടായതിനെ തുടർന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ശബ്ദമുണ്ടായപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അല്പസമയം മുമ്പ് നൽകിയിരുന്നു. അതായത് ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ബന്ധു വീടുകളിലേക്കോ ഈ ഒരു മാറ്റി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അത്തരത്തിൽ ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ആളുകൾ കൃത്യമായി തന്നെ സ്വയമേ തന്നെ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അവർ കൃത്യമായി തന്നെ സ്വന്തമായി തന്നെ തങ്ങൾ ഒരു സുരക്ഷയെ കരുതി ഇവിടെ നിന്നും മാറി നിൽക്കുക, ആവശ്യമുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശങ്കയുള്ളവർ മാറി നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കിയോളജിക്കൽ വകുപ്പ് അടക്കം ഇവിടെ എത്തേണ്ടതിരിക്കുന്നു. അത്തരത്തിൽ അവരുടെ പരിശോധന ഇവിടെ നടത്തേണ്ടിയിരിക്കും. ഭൂഗർഭ ജലവകുപ്പ് നേരത്തെ തന്നെ പരിശോധന നടത്തിയിരുന്നു. അവരും കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സ് എന്താണെന്ന് അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തന്നെയും ഭൂകമ്പമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ശബ്ദം വിവിധ കേന്ദ്രങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ശബ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതടക്കം നാട്ടുകാർ പറയുന്നു, അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ശബ്ദം ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ശബ്ദം ഉണ്ടായത് എന്നുള്ളതടക്കം കൃത്യമായി പഠിച്ചുകൊണ്ട് വയനാട്ടുകാരുടെ ആശങ്ക ദൂരീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആശങ്ക അകറ്റേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. അർജുൻ, അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പറയുന്നു ഈ പ്രകമ്പനം ഉണ്ടായി എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷേ ഈ കൂടരഞ്ഞി എന്നൊക്കെ പറയുന്ന പ്രദേശം ഈ മലനിരകളുടെ മറ്റൊരു വശമാണ്. അതായത് ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ട മലയുടെ എതിർഭാഗത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എതിർ ദിക്കിലാണ് കൂടരഞ്ഞി പോലുള്ള ഭാഗം. അവിടെയൊക്കെ ഈ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. ജില്ല രണ്ടാണെങ്കിലും വയനാട്, കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് ഇതൊക്കെ ചേർന്ന് കിടക്കുന്ന സമീപ പ്രദേശങ്ങളാണ്. മലനിരകളുടെ അടിവാരങ്ങളിൽ താമസിക്കുന്നവർ ആണോ ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്? അവരോടാണോ
ഒഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? അവർ നിരപ്പുള്ള ഭാഗങ്ങളിലെ വീടുകളിലേക്ക് മാറണം എന്നുള്ള അറിയിപ്പാണോ സർക്കാർ നൽകുന്നത്? പ്രത്യേകിച്ചും മലനിരകളുടെ അടിവാരങ്ങൾ താമസിക്കുന്നവർക്കാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക വന്നിട്ടുള്ളത് അർജുൻ? അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളല്ല നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ കോഴിക്കോട് കൂടരഞ്ഞി പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഇത്തരത്തിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. ഏകദേശം ആ തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഭയപ്പാടല്ല വേണ്ടത്, അത്തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ഇവിടെയുള്ള അധികൃതരടക്കം നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അടിവാരത്തുള്ള എല്ലാവരോടും ഇപ്പോൾ മാറി താമസിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെയും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ശബ്ദം കേട്ട ഈ ഒരു പ്രദേശത്ത് ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളോട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ നിന്നും മാറി താമസിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ക്യാമ്പുകളിൽ പോകാവുന്നതാണ്, അല്ലെങ്കിൽ ആ ബന്ധുക്കളുടെ വീടുകളിൽ പോകാവുന്നതാണ് എന്നതടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കം ഇതിന് കൃത്യമായ ഒരു അവലോകനം നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിവരണം നൽകേണ്ടതൊക്കെ അത്തരത്തിലുള്ള അധികൃതരാണ്. മാത്രമല്ല, ജിയോളജിക്കൽ സർവേ വകുപ്പ് അടക്കം ഇവിടെ എത്തേണ്ടതുണ്ട്. ഭൂമിയുടെ കൃത്യമായ ഘടന എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ കിടപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ശബ്ദം ഉണ്ടായതെന്നും എങ്ങനെയാണ് ഈ ശബ്ദം ഉണ്ടായത് എന്നുള്ളതടക്കം പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ പ്രദേശവാസികളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത്തരത്തിലുള്ള ഒരു ശബ്ദം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ചില വീടുകളിൽ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു, ചിലരുടെ വീടുകളുടെ ചില്ലുകൾ പൊട്ടിയിരിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ചില്ലുകൾ പൊട്ടിയത് കാര്യങ്ങളിൽ നിന്നൊന്നും അത്തരത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ഉണ്ടായിട്ടില്ല. അത് നമുക്ക് സ്ഥിരീകരിക്കാനാവാത്ത നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമ്മളോട് ആളുകൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രകമ്പനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു ശബ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരുടെയും വീടുകളിൽ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്, ജനലുകളിൽ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. വീടുകളിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടത്. പക്ഷേ ആദ്യമൊന്നും ഈ ശബ്ദത്തെക്കുറിച്ച് ആളുകൾ പാനിക് ആയിരുന്നില്ല. പിന്നീടാണ് ഇവർക്ക് കൂടുതൽ മെസ്സേജുകൾ ലഭിക്കുന്നത്, ഇത്തരത്തിലുള്ള വാർത്തകൾ ലഭിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു, ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും അത്തരത്തിൽ ഒരു ഭയപ്പാട് വേണ്ട, ഒരു ജാഗ്രത പാലിക്കണമെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു നാട്ടുകാർക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ലഭിക്കുന്നത്. തുടർന്ന് അധികൃതരടക്കം ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ളവർ ആദ്യം ഇവിടെ എത്തുന്നു, വില്ലേജ് ഓഫീസർ എത്തുന്നു, അതിനെ തുടർന്ന് മറ്റു ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ MLA അടക്കമുള്ളവർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ MLA അടക്കം പറഞ്ഞിരിക്കുന്നത് കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം വേണം. മാത്രമല്ല, വയനാടിനെ സംബന്ധിച്ചിടത്തോളം സെൻസിറ്റീവായ പ്രദേശങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഈ ഒരു പ്രദേശം അടക്കം അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ മാനദണ്ഡം എല്ലാ കാര്യത്തിലും, അത് ഭൂമി സംരക്ഷിക്കേണ്ട കാര്യത്തിലടക്കം എടുക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു നിർദ്ദേശം കൂടി MLA നൽകിയിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. കേന്ദ്ര മന്ത്രാലയത്തിലെ ആളുകളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത്, ചൂരൽമല പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അവരോടടക്കം ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അവരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവരോട് കൂടി ഈ ആശങ്ക പങ്കുവെക്കും എന്നുള്ളതാണ് ഇപ്പോൾ MLA അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള. MLA അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ മുകളിലേക്ക് അല്ലെങ്കിൽ മുകൾ ഭാഗത്തെ പ്രദേശങ്ങളിലേക്ക് പോയത്. അവിടെ ചെന്നതിന് ശേഷം കൃത്യമായ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും MLA നമ്മളോട് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അധികൃതർ പറയുന്ന കാര്യങ്ങളാണ് ആധികാരികമായി നമ്മൾ പറയേണ്ടത്. ആധികാരികമായിട്ടുള്ള ഒരു വസ്തുത അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ജിയോളജി വകുപ്പ് അടക്കം ഇവിടെ എത്തേണ്ടിയിരിക്കുന്നു. അവരടക്കം ഇവിടെ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം നാട്ടുകാർ പറയുന്നത് മാത്രമാണ്. നാട്ടുകാർ ഈ ഒരു ചെവി കൊണ്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടിരിക്കുന്നു, തങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്, ഈ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്, അത്തരത്തിലുള്ള പരിഹരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്നിരുന്നാൽ മാത്രമാണ് തങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണോ അല്ലെങ്കിൽ നിലവിൽ ഇവിടെ തന്നെ നിൽക്കണോ എന്നുള്ളത് അടക്കം തീരുമാനിക്കാൻ കഴിയുള്ളൂ. ആ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും പിന്നീട് ഇവിടെയുള്ള വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രദേശവാസികളടക്കം ചെന്നാണ്
ഈ സ്കൂളുകൾ ഇവിടെ നിന്നും നിർത്തണമെന്നും ഇത്തരത്തിൽ ഇനി തുടർന്ന് ഇന്നത്തെ ദിവസം തുടർന്ന് പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഈ സ്കൂൾ മാനേജ്മെന്റുകളും അല്ലെങ്കിൽ സ്കൂളുകളും എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് വിദ്യാർത്ഥികളെ അടക്കം ഇവിടെ നിന്നും മാറ്റുന്ന അല്ലെങ്കിൽ വീടുകളിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് മാത്രമല്ല ഇവിടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരത്തെ നമ്മളോട് സംസാരിച്ചതാണ്. അത്തരത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളടക്കം പണി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. അവരോട് ഇന്ന് ഈ ഒരു പ്രദേശത്ത് പണി ചെയ്യേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജുൻ, അതേപോലെ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ കേന്ദ്ര സംഘം ഇവിടുത്തെ ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള പ്രത്യേക സംഘം വയനാട്ടിലേക്ക് വന്നിരിക്കുന്നു. അവർ ഈ ഭൂകമ്പം ഉണ്ടായത് അവർ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നേരിട്ടെത്തിയത്. പക്ഷേ അവരോട് ഇപ്പോഴുണ്ടായ ഈ പ്രതിഭാസം, ഈ പ്രകമ്പനത്തെ പറ്റി കൃത്യമായ വിവരങ്ങൾ അവരെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. അർജുൻ, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്കും ലഭിക്കുന്നത്. മുഹമ്മദ് റിയാസ് പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾ ഒരു വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഈ പ്രദേശം ഇവർ സന്ദർശിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഒരു സാഹചര്യമാണോ ഇതെന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവർ എത്തിയതാ ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, അതായത് ഈ ചുരൽമലയിലെ ഈ ഉരുൾപൊട്ടലുമായി സംബന്ധിച്ചുള്ള പഠനം നടത്തുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥിതിഗതികൾ വീക്ഷിക്കുവാൻ വേണ്ടിയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടേക്ക് എത്തുമോ ഇല്ലതിൽ എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവരോട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ പ്രധാനമന്ത്രി അടക്കം ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ സ്ഥിതികളെ നേരിട്ട് ഈ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ വളരെ വ്യക്തമാണ്. കാരണം വയനാടൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഉരുൾപൊട്ടിയ മേഖലകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നു. അത് വയനാട് ജില്ലയിൽ മാത്രമല്ല, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലും സമാനമായ പ്രകമ്പനം ഭൂമിക്കടിയിൽ ഉണ്ടായിരിക്കുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്. പക്ഷേ ഒരു ജാഗ്രത പുലർത്തണം എന്നുള്ള നിലയിൽ കുറച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.